നമസ്കാരം. പ്രധാന വാർത്തകൾ. കരിമ്പുഴ കൂട്ടിലക്കടവിൽ സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. 6 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ബസ് ഡ്രൈവർക്കും പരിക്ക്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ അപകടാവസ്ഥയിലായ ചുറ്റുമതിൽ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി നഗരസഭ. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭ മതിൽ പൊളിച്ച് ചിലവ് പോലീസിൽ നിന്ന് ഈടാക്കുമെന്നും നോട്ടീസ്. മതിൽ നിൽക്കുന്നത് ഇതുവഴി നടന്നുപോകുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭീഷണിയാണ്. കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ 9ാമത് രാജ്യാന്തര സമ്മേളനത്തിന് മണ്ണാർക്കാട് വേദിയാകും. വെള്ളിയാഴ്ച തുടങ്ങുന്ന സമ്മേളനത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ചരിത്രകാരന്മാരും ചരിത്ര ഗവേഷകരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ജനുവരി 9 ഒറ്റപ്പാലത്ത് തിരിതെളി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ബൈക്ക് മോഷണക്കേസിലെ പ്രതികളുമായി പോലീസ് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പ്രതികളെ കഞ്ചിക്കോട്ട് നിന്നാണ് പോലീസ് പിടികൂടിയത്. വിശദമായ വാർത്തകൾ നോക്കാം. കരിമ്പുഴ പൊമ്പ്ര കൂട്ടിലക്കടവിൽ സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. 6 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ബസ് ഡ്രൈവർക്കും ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പൊമ്പ്ര PPTMHSലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിലക്കടവ് മണ്ണോട്ടുപടിയിലാണ് അപകടം സംഭവിച്ചത്. അപകടം നടന്ന സമയത്ത് 6 വിദ്യാർത്ഥികളും 1 അധ്യാപികയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. മുഹമ്മദ് ആഷിഫ് അലി, ഷമാസ്, റാഷിഖ്, ഷംസുദ്ദീൻ, അർഷിദ്, ലബീബ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അധ്യാപികയായ സജന, ഡ്രൈവർ ബാബു എന്നിവർക്കും പരിക്കേറ്റു. രാവിലെ കൂട്ടിലക്കടവിൽ നിന്നും കുട്ടികളെ എടുത്ത് പൊമ്പ്ര സ്കൂളിലേക്ക് വരികയായിരുന്നു സ്കൂൾ ബസ്. സ്വകാര്യ ബസ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും കൂട്ടിലക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു. കുട്ടികളെ എടുക്കാൻ വരുന്ന സമയം ആയതിനാൽ 6 വിദ്യാർത്ഥികളും അധ്യാപികയും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റവരെ കാരാകുർശിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ അപകടാവസ്ഥയിലായ ചുറ്റുമതിൽ പൊളിച്ചുമാറ്റാനും മരം മുറിച്ചുമാറ്റാനും നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പോലീസിന് കത്ത് നൽകി. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭ മതിൽ പൊളിച്ച് പോലീസിൽ നിന്ന് ചെലവ് ഈടാക്കുമെന്നും നോട്ടീസിലുണ്ട്. താലൂക്ക് തല അദാലത്തിൽ മതിൽ പൊളിച്ചു നീക്കാനും മരം മുറിക്കാനും മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് സ്റ്റേഷന് പിൻവശത്തെ മതിലാണ് വിണ്ടുകീറി റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. മതിൽ പൊളിച്ചു നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിൻവശത്തെ ക്വാർട്ടേഴ്സിന് താഴ്ഭാഗത്താണ് മതിൽ തകർന്നിരിക്കുന്നത്. പല ഭാഗത്തായി മതിൽ വിണ്ടടർന്നാണ് നിൽക്കുന്നത്. പലയിടത്തും അടിഭാഗം ഇളകിയിട്ടുണ്ട്. 6 അടി ഉയരമുള്ള മതിൽ ഏതു സമയവും മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ മണ്ണാർക്കാട് UP സ്കൂൾ പരിസരത്ത് സന്ധിക്കുന്ന റോഡ് ഈ മതിലിനോട് ചേർന്നാണ് ഉള്ളത്. മണിമുണ്ട് നഗർ, പത്തുകുടി, നഞ്ചപ്പ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് UP സ്കൂൾ, KTMHS, ALPS, റഹ്മാനിയ മദ്രസ എന്നിവിടങ്ങളിലേക്ക് ഈ വഴിയിലൂടെയാണ് പോകുന്നത്. മതിലിന്റെ എതിർവശത്തെ വീടുകളിലെ വിദ്യാർത്ഥികൾ കളിക്കുന്നതും ഈ മതിലിനോട് ചേർന്നാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഇതുവഴി പോകുന്നുണ്ട്. മഴക്കാലമായാൽ പ്രദേശവാസികളുടെ ഉള്ളിൽ തീയാണ്. തകർന്ന മതിൽ പൊളിച്ചു പണിയണമെന്ന് വർഷങ്ങളായി ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നതാണ്. പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മണ്ണാർക്കാട് നടന്ന അദാലത്തിൽ കൗൺസിലർ CP പുഷ്പാനന്ദിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് പരാതി നൽകിയത്. മതിൽ ഉടൻ പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ 9ാമത് വാർഷിക രാജ്യാന്തര സമ്മേളനം വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നടത്തും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ ചരിത്രകാരന്മാരും ചരിത്ര ഗവേഷകരുമാണ് സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ചരിത്രാധ്യാപകരുടെയും ചരിത്ര ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയാണ് കേരള ഹിസ്റ്ററി കോൺഗ്രസ്. വെള്ളിയാഴ്ച 3 മണിക്ക് മന്ത്രി Dr. R. ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP, N. ഷംസുദ്ദീൻ MLA എന്നിവർ പങ്കെടുക്കും. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ അലി നദീം റസവി മുഖ്യപ്രഭാഷണം നടത്തും. കേരള ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ V. കാർത്തികേയൻ നായർ അധ്യക്ഷത വഹിക്കും. പാനൽ ചർച്ചയിൽ ഡോക്ടർ PP അബ്ദുൾ റസാഖ് മോഡറേറ്ററായിരിക്കും. പ്രൊഫസർ V. കാർത്തികേയൻ നായർ, ഡോക്ടർ TT ശ്രീകുമാർ, ഡോക്ടർ PA ഫസൽ ഗഫൂർ, പ്രൊഫസർ KS മാധവൻ, ഡോക്ടർ മാളവിക ബിന്നി എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 6:30 ചരിത്ര ഗവേഷണത്തിന്റെ പൊതുവീഥികൾ എന്ന സെഷനിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, ഡോക്ടർ പാർവതി മേനോൻ, പ്രൊഫസർ VV ഹരിദാസ്, ഡോക്ടർ KP രാജേഷ്, ഡോക്ടർ
നന്ദിത ബാനർജി, ഡോക്ടർ ദീപ്ന കുറ്റിയിൽ, ഡോക്ടർ ലുക്മാനുൽ ഹക്കീം എന്നിവർ സംബന്ധിക്കും. തുടർന്ന് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 11 രാവിലെ 8 മണിക്ക് കല്ലടി ചെറിയ കുഞ്ഞഹമ്മദ് സാഹിബ് സ്മാരക പ്രഭാഷണം നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ മോഹൻ ഗോപാൽ നിർവഹിക്കും. 3 ദിവസവും വിവിധ സെഷനുകളിലായി സ്മാരക പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ തുടങ്ങിയവ നടത്തും. നമ്മുടെ മണ്ണാർക്കാട് MBS കോളേജിൽ വെച്ച് നടക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ 9ാമത് അന്തർദേശീയ സമ്മേളനമാണ്. ഈ സമ്മേളനങ്ങൾ ഓരോ വർഷവും ചരിത്ര പഠന മേഖലയിൽ, പ്രത്യേകിച്ച് കേരള ചരിത്ര പഠന മേഖലയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചരിത്ര ഗവേഷകരും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേരുന്ന സംഗമങ്ങളാണ് നമ്മുടെ വാർഷിക സംഗമങ്ങൾ അല്ലെങ്കിൽ വാർഷിക സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ഈ വർഷം നമുക്ക് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു അവർകളാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സൗജന്യമാണ്. കേരള ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി മുഹമ്മദ് അലി, മണ്ണാർക്കാട് MES കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ജലീൽ, KHR ലോക്കൽ സെക്രട്ടറി PM സലാഹുദ്ദീൻ, ചരിത്ര അധ്യാപകരായ RV മഞ്ജു, CP സൈനുദ്ദീൻ, ഡോക്ടർ P ശിവദാസൻ, ഡോക്ടർ T സൈനുൽ ആബിദ്, A അബ്ദുൽ മുനീർ, K ഷെരീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ജനുവരി 9 ഒറ്റപ്പാലത്ത് തിരിതെളിയും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 9 മുതൽ 12 വരെ നടക്കുന്ന 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനാണ് ഒറ്റപ്പാലത്ത് തുടക്കമാകുന്നത്. ലക്ഷ്മി തിയേറ്ററിൽ 2 സ്ക്രീനുകളിലും തിയേറ്റർ ഗ്രൗണ്ടിലുമായാണ് പരിപാടികൾ നടക്കുന്നത്. 4 ദിവസങ്ങളായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കും. ബിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമാൾ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. അഭിനേതാക്കളായ ശങ്കർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിഷ്ണു അഗസ്ത്യ, എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ രേവതി ലോൾ തുടങ്ങിയവർ കാണികളോട് സംവദിക്കും. 10 വൈകിട്ട് നയം വ്യക്തമാക്കുന്നു മലയാള സിനിമയുടെ ഭാവി എന്ന വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് സംഘടിപ്പിക്കും. 11 4:30 മനുഷ്യാന്തരകാലത്തെ സിനിമാ വിഷയത്തിൽ ഓപ്പൺ ഡയലോഗ് നടക്കും. 12 സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്തനകെ, സംവിധായകൻ ആഷിഖ് അബു, P മമ്മിക്കുട്ടി MLA, ക്രിസ്റ്റോ ടോമി തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് സമീർ ബിൻസി, ഇമാം മജ്ബൂർ എന്നിവർ നയിക്കുന്ന സൂഫി സംഗീത പരിപാടിയും ഉണ്ടാകും. പുസ്തക പ്രദർശനം, ഫോട്ടോ എക്സിബിഷൻ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യാന്തര സിനിമകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ, വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിക്കുന്ന സിനിമകളെ ഒന്നിച്ചുകൂട്ടി സ്ക്രീൻ ചെയ്യുന്നത് ഒറ്റപ്പാലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഡയലോഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. IFFK പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മാത്രം കണ്ടുവരുന്ന സിനിമകൾ നമ്മുടെ റീജിയണലി എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുക, റീജിയണലി എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിനിമകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഡയലോഗ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഡയലോഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 9, 10, 11, 12 തീയതികളിൽ ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സിനിമ ഫ്രെയിമിംഗ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പലസ്തീനിയൻ സിനിമകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്രാവശ്യം തടവറയിലെ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം. അതായത് സ്റ്റാൻ സ്വാമി, GN സായിബാബ, ഉമർ ഖാലിദ്, സഞ്ജീവ് ഭട്ട് തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. നമ്മുടെ ലോകം മൊത്തം ഒരു മുതലാളിത്ത ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അദൃശ്യ പ്രിസൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറച്ച് സിനിമകളും അതിനോടുള്ള ചർച്ചകളും ആണ് ഈ പ്രാവശ്യത്തെ ഫീഡ്ബാക്കിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, ജനറൽ കൺവീനർ അഖില ഹരികൃഷ്ണൻ, NM നാരായണൻ നമ്പൂതിരി, അതുൽ കിഷൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പെരിന്തൽമണ്ണ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് മോഷ്ടിക്കാനും വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ എടുക്കാനും ശ്രമിച്ച ബൈക്ക് മോഷ്ടാക്കളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മോഷണ ശ്രമത്തിനിടെ ടീം റെയിൽവേ പിടികൂടിയ മേലാറ്റൂർ സ്വദേശികളായ 2 പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. ഇവർ മോഷ്ടിച്ച ബൈക്ക് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയിരുന്നു. കഞ്ചിക്കോട് നിന്നാണ് 2 പ്രതികളെയും പിന്നീട് പിടികൂടിയത്. ഡിസംബർ 11 അർദ്ധരാത്രി പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ എടുക്കാനും വാഹനം മോഷ്ടിക്കാനും ശ്രമിക്കുന്നതിനിടെ ടീം റെയിൽവേയും നാട്ടുകാരും മേലാറ്റൂർ സ്വദേശികളായ 2 പേരെ പിടികൂടിയിരുന്നു. ഉച്ചാരക്കടവ് പേഴംതറ സ്വദേശി 18-കാരൻ മുഹമ്മദ് റോഷനെയും മുഹമ്മദ് റോഷന്റെ സുഹൃത്ത് 17-കാരനെയുമാണ് പിടികൂടിയിരുന്നത്. കൊണ്ടോട്ടിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതികൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ മോഷണ ലക്ഷ്യം വെച്ച് വന്നിരുന്നത്. നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു. ബൈക്ക് മോഷണ കേസിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷിച്ചു വരുന്ന പ്രതികളായിരുന്നു ഇവർ. ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്ത ഹിമാലയൻ ബൈക്ക് ടീം റെയിൽവേ സലീം ചൊങ്കത്തിന്റെയും അനസ് ബാബുവിന്റെയും നേതൃത്വത്തിൽ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. കൊണ്ടോട്ടിയിലെ യൂസർ ബൈക്ക് വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മോഷ്ടിച്ച ബൈക്കാണിത്. പാലക്കാട് കഞ്ചിക്കോട്ടെ മറ്റൊരു ഹിമാലയൻ ബൈക്ക് മോഷണ കേസിൽ കഴിഞ്ഞ 25-ന് കഞ്ചിക്കോട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊണ്ടോട്ടി പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത പ്രതികൾ റിമാൻഡിലായിരുന്നു. പ്രതികളെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊണ്ടോട്ടി പോലീസും ക്രൈം സ്ക്വാഡുമാണ് തെളിവെടുപ്പ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനുവരി 26 മുതൽ 30 വരെ പാലക്കാട് കോട്ടമൈതാനത്ത് യൂണിറ്റി ഫോർ ഡെമോക്രസി എന്ന പേരിൽ നടത്തുന്ന യുവജന സംഗമത്തിന്റെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ചെർപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റി പദയാത്ര നടത്തി. തൂതയിൽ നിന്നും ചെർപ്പളശ്ശേരി വരെയായിരുന്നു പദയാത്ര. ഭരണഘടനയാണ് ആയുധമെന്ന ഇന്ത്യ ആവശ്യപ്പെടുന്ന ചരിത്രവാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ജനുവരി 26 മുതൽ 30 വരെ പാലക്കാട് കോട്ടമൈതാനത്ത് നടക്കുന്ന യൂണിറ്റി ഫോർ ഡെമോക്രസി എന്ന പേരിൽ നടക്കുന്ന യുവജന സംഗമത്തിന്റെ വിളംബരം ചൊല്ലി ഏകാധിപത്യത്തിനു മുന്നിൽ ഭരണഘടനയാണ് ആയുധം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനുവരി 26 മുതൽ 30 വരെ പാലക്കാട് കോട്ടമൈതാനത്ത് യൂണിറ്റി ഫോർ ഡെമോക്രസി എന്ന പേരിൽ യുവജന സംഗമം നടത്തുന്നത്. യുവജന സംഗമത്തിന്റെ ഭാഗമായി തൂതയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് ചെറുപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനീസ് മുടിക്കുന്നൻ ജാഥ ക്യാപ്റ്റനായി ആരംഭിച്ച പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും കൗൺസിലറുമായ കെ.എം. ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ടി ഹരിശങ്കരൻ ഫ്ലാഗ് ഓഫ് ചെയ്ത പദയാത്ര കച്ചേരിക്കുന്ന് വഴി ചെറുപ്പളശ്ശേരി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്തും അവസാനിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂഫിയൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. നേരെ യമുനാ ഹൈവേയുടെ അരികിലേക്ക് കടന്നുപോയി വാഹനവുമായി ഈ കാണുന്ന ഹത്രാസിന്റെ മുന്നിലേക്ക് പോകുമ്പോ സംഘപരിവാറിന്റെ യോഗിയുടെ പോലീസ് കടന്നുവെന്ന് പറഞ്ഞ് ഇവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുകയാ. ഇവിടെ നിരോധനാജ്ഞ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാ. നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി പറയുന്നൊരു മറുപടിയുണ്ട്. എനിക്ക് വാഹനത്തിലൂടെ എന്നെ കടന്നു പോകാൻ സാധിക്കാത്തതുള്ളൂ, ഞാനെന്ന് കാൽനടയായി കടന്നു പോകാമെന്ന് പറഞ്ഞ് വാഹനത്തിൽ നിറങ്ങി മന്ദമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാലടി വെച്ചുകൊണ്ട് കടന്നുപോയപ്പോ 142 കിലോമീറ്ററുകളോളം താണ്ടാൻ ആ മനുഷ്യർ തയ്യാറായപ്പോ യോഗിയുടെ പോലീസ് കടന്നു വന്ന് രാഹുൽ ഗാന്ധിയുടെ നാഭിയിലേക്ക് ചവിട്ടി ആ മനുഷ്യൻ ഭൂമിയിലേക്ക് പതിഞ്ഞു വീണ് രണ്ടാമതായി എണീറ്റ് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്തിന്റെ ഈ കാണുന്ന വഴിയോരങ്ങള് നരേന്ദ്രമോദിക്ക് മാത്രം സഞ്ചരിക്കാനുള്ള രാജവീതികളല്ല എന്ന് നട്ടിൽ നിവർത്തി ചോദിച്ച് അത്രാസിന്റെ ഭൂമികയിലേക്ക് കടന്നുപോയി ആ പെൺകുട്ടിയുടെ കുടുംബത്തെ ഹൃദയത്തിലേക്ക് വെച്ച് സ്വീകരിച്ച് ആരാരുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ രാജ്യമായ ഇന്ത്യയുണ്ടെന്ന് പറയാൻ ഈ രാഹുൽ ഗാന്ധിയും ഈ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, ചെറുപ്പളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി,
പി സുബീഷ്, OK സഞ്ജീത്, അഡ്വക്കേറ്റ് PR ജീഷിൽ, KT രതിദേവി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പെരിന്തൽമണ്ണ CH സെന്ററിലേക്ക് ജല അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനമായി MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. തന്റെ പിതാവിന്റെ പേരിൽ നിരാലംബരായവരെ സഹായിക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് MK മുനീർ MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച CH സെന്ററിലേക്ക് ജല അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനം ഒരുക്കി. മുൻ മന്ത്രിയും CHന്റെ മകനുമായ MK മുനീർ MLA ജലപദ്ധതി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ CH സെന്റർ ഈ ഒരു 4 നില കെട്ടിടം ഇന്നലെ സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇത് ഈ പ്രദേശത്തിന് മുഴുവൻ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിന് തുണയാകുന്ന ഒരു സ്ഥാപനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും നാളുകളിൽ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധിക്കട്ടെ. KPM മജീദ് സാഹിബ്, AK മുസ്തഫ, അതുപോലെ തന്നെ MS തുടങ്ങിയ ആളുകൾ ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ ഒരു വലിയ ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ എല്ലാവിധ ആശംസകളും. MK മുനീറിന്റെ പിതാവിന്റെ പേരും അദ്ദേഹം നാടിന് നൽകിയ സേവനങ്ങളും അനശ്വരമാക്കും വിധം നാനാഭാഗങ്ങളിലായി ആതുര ശുശ്രൂഷ രംഗത്ത് സേവനത്തിനായി വിവിധ സ്ഥാപനങ്ങൾ CH സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നവരോട് തന്റെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു എന്നും അത്തരമൊരു സഹായ കേന്ദ്രം പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചിരിക്കുന്നതെന്നും MK മുനീർ പറഞ്ഞു. എല്ലാ സഹായത്തിനും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CH സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ, AK നാസർ, MS അലവി തച്ചനാട്ടുകര, നാലകത്ത് ഷൗക്കത്ത്, സുബൈർ മാസ്റ്റർ, സക്കീർ മാസ്റ്റർ, വാപ്പുട്ടി വട്ടപ്പറമ്പ്, മാനുപ്പ കുറ്റീരി, അയ്മു ചോരാണ്ടി, പ്രബിന ഹബീബ്, മുഹമ്മദ് നെയ്യം തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലത്ത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബസ് ഉടമകളെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംവാദവും സംഘടിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ബസ് ഉടമകളെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ തുറന്ന സംവാദവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു. ആ റോഡിന്റെ സെന്ററിൽ നിൽക്കുമ്പോൾ നമ്മൾ തിരിയാൻ പോകുന്ന ആ പോയിന്റിന്റെ ജസ്റ്റ് ബാക്കിൽ നിൽക്കണം, അല്ലേ? അങ്ങനെ നിൽക്കുമ്പോ ഈ നിൽക്കാൻ ആളുകൾക്ക് പേടിയാണ്. കാരണം നമ്മുടെ ഇവിടെ നല്ലൊരു പെഡസ്ട്രിയൻ ക്രോസിലൂടെ നടന്നു പോകുന്ന ഒരാൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ആളുകൾ നടന്നു പോകുന്ന എങ്ങനെയാണ്? വളരെ പേടിച്ചാണ്, അല്ലേ? എന്താ കാരണം? വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പെഡസ്ട്രിയൻ ക്രോസിലൂടെ നടന്നു പോകുന്ന ഒരാള് വളരെ റിലാക്സ് ആയിട്ട് നടന്നു പോകും. കാരണം അയാളെ വന്ന് ഒരു വണ്ടിയും ഇടിക്കില്ല. പക്ഷെ നമ്മുടെ ഇവിടെയാണെങ്കിലോ പെഡസ്ട്രിയൻ ക്രോസിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരാള് കൈയിൽ ഇങ്ങനെ കാണിച്ച് നിർത്തുന്നതുകൊണ്ടാണ്. കാരണം അയാളുടെ പേടിയാണ് ഈ വരുന്ന വണ്ടി അവിടെ നിർത്തിയിരിക്കലോ. തുടർന്ന് ബസ് ഉടമകളും ജീവനക്കാരുമായി തുറന്ന് സംവാദവും നടന്നു. വണ്ടികൾ മാക്സിമം 29 സീറ്റുള്ള വണ്ടികളെ ആശ്രയിച്ച് അലൈഡ് കോളേജിലെ കുട്ടികള്, TRKയിലെ കുട്ടികള് തൃശ്ശൂർ വണ്ടി, പട്ടാമ്പി വണ്ടി കേട്ടുന്നില്ല. ഞങ്ങള് അമിതഭാരം ചുമന്ന് ഈ കുട്ടികളെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ട്രാഫിക് സബ് ഇൻസ്പെക്ടർ PV സുഭാഷ് അധ്യക്ഷനായി. ട്രാഫിക് SI വിനോദ് B നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ആശുപത്രിപ്പടിയിൽ മെയിൻ റോഡിലെ മലിനജലം ഒഴുകിപ്പോവാനായി മുറിയൻകണ്ണി റോഡിന് ഇരുവശവും നിർമ്മിച്ച കുഴികൾ അപകട ഭീഷണിയാകുന്നു. ഇത് സ്ലാബിട്ട് മൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏകദേശം 4 അടിയോളം ആഴമുണ്ട് റോഡിന് ഇരുവശവുമുള്ള ഈ കുഴികൾക്ക്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മെയിൻ റോഡിൽ നിന്നും മഴവെള്ളം അഴുക്കുചാലിലേക്ക് എത്തുന്നതിനായാണ് കുഴികൾ നിർമ്മിച്ചത്. എന്നാൽ ചെറിയ അശ്രദ്ധ മതി ഈ കുഴികളിൽ വീണ് അപകടം സംഭവിക്കാൻ. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് ഇത് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പ്രായമായ 2 പേർ ഈ കുഴിയിൽ വീണിരുന്നു. കുഴികൾ സ്ലാബിട്ട് മൂടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അധികാരികൾ കണ്ണു തുറന്നിട്ട് കാര്യമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. എൻട്രൻസ് ഭാഗം അത് സ്ലാബിട്ട് മൂടാത്തത് കൊണ്ട് വളരെയധികം അപകട ഭീഷണി ഉയർത്തുന്നതാണ്. കാരണം വാഹനങ്ങളൊക്കെ വരുമ്പോൾ
ഈ ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ടാണെങ്കിലും വേണ്ടില്ല, അങ്ങോട്ട് പോകുമ്പോൾ വലതു ഭാഗം ചേർന്നിട്ടാണെങ്കിലും വേണ്ടില്ല വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെയുള്ള പ്രദേശവാസികൾ ഡ്രൈവർമാരും ഒക്കെ കൂടിയിട്ടൊരു കയറൊക്കെ കെട്ടി ഒരു സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ താൽക്കാലികം മാത്രമാണ്. കാരണം ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വൃദ്ധരായ 1-2 രോഗികൾ ഇപ്പോൾ അതിൽ കാല് വഴുതി വീഴ ഒരവസ്ഥയുണ്ടായി. ഒരു 2 വീലർ തെന്നി വീഴേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് സ്ലാബ് ഇട്ട് മൂടിയിട്ട് അതിനെ സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉള്ള ഒരു അഭ്യർത്ഥന. കാരണം നിരന്തരമായിട്ട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെയുള്ള നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതലൊരു അപകടം ഉണ്ടായിട്ട് അധികാരികളുടെ ശ്രദ്ധ വരുന്നതിനേക്കാൾ മുന്നേ ഇപ്പോൾ അതിലൊരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പരാതി ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. പുറ്റാനിക്കാട് VLP സ്കൂളിലെ നവീകരിച്ച AC ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ജനുവരി 10 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് എൻ ഷംസുദ്ദീൻ MLA നിർവഹിക്കും. 4 ക്ലാസ് മുറികളാണ് AC-ആക്കി നവീകരിച്ചിട്ടുള്ളതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് മുറികൾ നവീകരിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ LKG, UKG ക്ലാസുകളുടെ നവീകരണമാണ് പൂർത്തിയാക്കിയത്. വരും വർഷങ്ങളിൽ മറ്റ് ക്ലാസ് മുറികളും നവീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത അധ്യക്ഷത വഹിക്കും. AC സ്വിച്ച് ഓൺ കർമ്മം കോട്ടോപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര നിർവഹിക്കും. വിദ്യാഭ്യാസ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും പുത്തൻ പ്രവണതകളും സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കൂടി സ്വായത്തമാക്കാൻ ഉപകരിക്കും വിധം പ്രീ പ്രൈമറി വിഭാഗത്തിൽ പൂർണ്ണമായും ശീതീകരിച്ച ശിശു സൗഹൃദ ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം പുറ്റാനിക്കാട് സ്കൂളിൽ ഈ വരുന്ന 10 വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്ക് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA ശ്രീ ഷംസുദ്ദീൻ അവർ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി മാഡം, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിക്കുന്നതാണ്. NP മുരളി, KV ബിൻ, A. ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് പയ്യനടം GLP സ്കൂളിലെ നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെയും ചിൽഡ്രൻസ് പാർക്കിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് AO C. അബൂബക്കർ നിർവഹിച്ചു. നവീകരിച്ച ക്ലാസ് മുറികൾ മുൻ പ്രധാനാധ്യാപിക സിൽവി ജോർജ് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും അവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ഇനി സൗകര്യങ്ങളുടെ വലിയ ഒരു ഘോഷയാത്രയാണ് നമുക്ക് വരുന്നത് അല്ലേ. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളെപ്പോലും നാണിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഈ സ്റ്റേറ്റിൽ വരിക, നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതിന് ജനപ്രതിനിധികളും നാട്ടുകാരും PT അംഗങ്ങളും ഒരുപാട് പൊതുപ്രവർത്തകരുമൊക്കെ ഒരുമിച്ച് പ്രയത്നിച്ചാൽ മാത്രമേ അത്തരം സൗകര്യങ്ങൾക്ക് എത്തുള്ളൂ അല്ലേ. PTA പ്രസിഡന്റ് റാഫി മൈലംകോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇന്ദിര മടത്തുപുള്ളി, സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനേടം, പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗം അജിത് കുമാർ, മനോജ് ചന്ദ്രൻ, സത്യൻ, രമ്യ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 10, 11 തീയതികളിൽ കൊപ്പത്ത് നടക്കും. കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാൾ ഓഡിറ്റോറിയത്തിൽ 10 വൈകുന്നേരം 4 ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് പതാക ഉയർത്തുന്നതോടെ ദ്വിദിന സമ്മേളനത്തിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. 10 വൈകിട്ട് 4:30 പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ E. മുസ്തഫ അധ്യക്ഷത വഹിക്കും. 11 രാവിലെ 9 കൊപ്പം സെന്ററിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് വിളംബര ജാഥ നടത്തും. തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷനാകും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് മുഖ്യപ്രഭാഷണവും KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള പ്രമേയ വിശദീകരണവും നടത്തും. വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ഉദ്ഘാടനം ചെയ്യും.
കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ് വിഷയാവതരണം നടത്തും. ഉച്ചയ്ക്ക് 12-ന് വനിതാ സമ്മേളനം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ തബ്ഷിറയും 2 മണിക്ക് യാത്രയയപ്പ് സമ്മേളനം KSTU മുൻ സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്തും ഉദ്ഘാടനം ചെയ്യും. 3-ന് കൗൺസിൽ മീറ്റും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. സമകാലിക വിദ്യാഭ്യാസ നയങ്ങളും സർവീസ് പ്രശ്നങ്ങളും അധ്യാപന രംഗത്തെ നൂതന പ്രവണതകളും സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എക്കാലത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ 46ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 19, 20, 21 തീയതികളിലായി സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കം എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടു. ഈ വരുന്ന 10, 11 തീയതികളിലായി കൊപ്പത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം ഒരു അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമികപരമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയുള്ള ഒരു സംഘശക്തിയായിട്ട് ഈ സമ്മേളനം മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ ഇ മുസ്തഫ മാസ്റ്റർ, KSTU ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പി അബ്ദുൽ നാസർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഖാലിദ്, ജില്ലാ സെക്രട്ടറി സത്താർ താണിയൻ, ഉപജില്ലാ പ്രസിഡന്റ് CK ഷമീർ ബാബു, സെക്രട്ടറി പി സാജിദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടോപ്പാടം ടൗണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം. റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടിയും നായ്ക്കൾ അപകടം സൃഷ്ടിക്കുന്നു. അലക്ഷ്യമായി തള്ളുന്ന മാലിന്യമാണ് ടൗണിൽ നായ്ക്കൾ പെരുകാനുള്ള പ്രധാന കാരണം. കോട്ടോപ്പാടം ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ പല കൂട്ടങ്ങളായാണ് തെരുവുനായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. സംസ്ഥാന പാതയോരത്തെ നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. റോഡിലേക്ക് ഓടി വരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൂട്ടത്തോടെ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു. ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം. എന്നാൽ തെരുവുനായ ശല്യം നേരിടാൻ വന്ധീകരണം മാത്രമാണ് നിലവിലെ നിയമവ്യവസ്ഥിതിയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക പോംവഴി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പ്രസിദ്ധമായ പട്ടാമ്പി 111ാമത് നേർച്ച ഇത്തവണ ഫെബ്രുവരി 8, 9 തീയതികളിൽ ആഘോഷിക്കും. ഉത്സവത്തിന്റെ കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ജനുവരി 10 വൈകിട്ട് 6:30 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി 11ാമത് നേർച്ച വിപുലമായി ആഘോഷിക്കാനാണ് ഇത്തവണയും തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 8, 9 തീയതികളിലായി നടക്കുന്ന നേർച്ചാഘോഷവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമാണ് 10 വെള്ളിയാഴ്ച നടക്കുന്നത്. വൈകിട്ട് 6:30 നടക്കുന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി അധ്യക്ഷത വഹിക്കും. പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഭാരവാഹികളെ കൂടാതെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി, ചേംബർ ഓഫ് കൊമേഴ്സ്, ബാർ അസോസിയേഷൻ, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, JCI, താലൂക്ക് പ്രസ് ക്ലബ്ബ് എന്നിവയുടെ ഭാരവാഹികൾ, കിരാതമൂർത്തി അണ്ടലാടിമന, കുഞ്ഞിസീതി കോയത്തങ്ങൾ ജിലാനി എന്നിവർ ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KR നാരായണസ്വാമി, അലി പൂവത്തിങ്കൽ, AV അബു, വാഹിദ് PP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേർച്ചയുടെ സ്വാഗത സംഘം ഓഫീസ് പട്ടാമ്പി ജാറത്തിന് സമീപം ടൗണിൽ
സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിട്ടാണ് സ്വാസംഗമ ഓഫീസ് തുറക്കപ്പെടുന്നത്. ബഹുമാനായ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവர்களാണ് കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തദവസരത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റഷീദ്, അതുപോലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സയ്യിദ് കുഞ്ഞിശ്ശേരി കോയത്തങ്ങൾ, ജിലാനി കറുവത്തൂര്, അതേപോലെ അണ്ടരാടിമന കിരാതമൂർത്തി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, പട്ടാമ്പിയിലെ നഗരസഭാ പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് കമാൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ. ഇത്തവണയും 50-ലധികം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും വിപുലമായ ക്രമീകരണങ്ങൾ നേർച്ചയുടെ ഭാഗമായി ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് 2025 പദ്ധതിയുടെ ഉദ്ഘാടനം വാണിയംകുളം TRK സ്കൂളിൽ വെച്ച് നടന്നു. P. മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് 2025 പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വാണിയംകുളം TRK സ്കൂളിൽ വെച്ച് നടന്നത്. P. മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് തുടങ്ങിയ വിവിധ പരിപാടികളാണ് പുസ്തക നിറവിന്റെ ഭാഗമായി നടക്കുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം M. രൺദീഷ് അധ്യക്ഷനായി. മലയാള ഭാഷയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയ Dr. K. ഭാരതിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപകൻ P. ജഗദീഷ്, വാർഡംഗം ആശാദേവി, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, TRK HSS പ്രിൻസിപ്പൽ K. രാജീവ്, PTA പ്രസിഡന്റ് സതീഷ് കുമാർ, വിദ്യാരംഗം കലാസാഹിത്യവേദി ജോയിന്റ് കൺവീനർ C. വസിഷ്ഠ എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ വെട്ടത്തൂർ റോഡിൽ വഴങ്ങല്ലിയിൽ ഉണങ്ങി അപകട ഭീഷണിയിലായിരുന്ന മരം പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചു നീക്കി. മരത്തിന്റെ കൊമ്പ് പാതയിലേക്കും വൈദ്യുതി കമ്പിയിലേക്കും പൊട്ടി വീഴുന്നത് പതിവായിരുന്നു. മരം അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മലബാർ ന്യൂസും കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. കൂറ്റൻ വാഗമരമാണ് പൂർണ്ണമായും ഉണങ്ങി നിന്നിരുന്നത്. ഉണങ്ങി ദ്രവിച്ച കൊമ്പുകൾ പാതയിലേക്ക് പൊട്ടി വീണിരുന്നു. പല യാത്രക്കാരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോയിരുന്നത്. വൈദ്യുതി കമ്പിയിലേക്കും കൊമ്പുകൾ വീണിരുന്നു. അടിയന്തരമായി മരം മുറിച്ചു നീക്കണമെന്ന് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ പലതവണ അറിയിച്ചിട്ടും പരിഹാരമുണ്ടായിരുന്നില്ല. മലബാർ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ബുധനാഴ്ച മരം മുറിച്ചു മാറ്റിയത്. പൂർണ്ണമായും ഉണങ്ങിയ മരമായിരുന്നു ഇത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമ്പുഴ കൂട്ടിലക്കടവിൽ സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. 6 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ബസ് ഡ്രൈവർക്കും പരിക്ക്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ അപകടാവസ്ഥയിലായ ചുറ്റുമതിൽ പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി നഗരസഭ. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭ മതിൽ പൊളിച്ച് ചിലവ് പോലീസിൽ നിന്ന് ഈടാക്കുമെന്നും നോട്ടീസ്. മതിൽ നിൽക്കുന്നത് ഇതുവഴി നടന്നുപോകുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭീഷണിയും. കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ 9ാമത് രാജ്യാന്തര സമ്മേളനത്തിന് മണ്ണാർക്കാട് വേദിയാകും. വെള്ളിയാഴ്ച തുടങ്ങുന്ന സമ്മേളനത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ചരിത്രകാരന്മാരും ചരിത്ര ഗവേഷകരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ജനുവരി 9 ഒറ്റപ്പാലത്ത് തിരിതെളി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ബൈക്ക് മോഷണക്കേസിലെ പ്രതികളുമായി പോലീസ് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട പ്രതികളെ കഞ്ചിക്കോട്ട് നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.